ഇവിടെ നില്ലടി വേണ്ട, നീ എവിടെ പോണ്? ഇവിടെ നിൽക്കുമല്ലോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഈ സാധനം ഉണ്ടല്ലോ, ഈ പ്ലേ ബട്ടൺ, ഇത് ഞാനൊന്ന് അൺബോക്സ് ഇളക്കി നോക്കാൻ പോവുകയാണ്. അത് നേരെ നീതു ചേച്ചിയുടെ, അന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നീതു ചേച്ചിയുടെ അവിടെ പോയി ഇത് പൊട്ടിക്കൂ എന്നുള്ളത്. എനിക്കാണെങ്കിൽ ലൈഫിൽ ഇതുവരെ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു സംഭവം. ഞാനിത് നേരിട്ട് പോലും ഇന്നവരെ ഒരിടത്തും കണ്ടിട്ടില്ല. നമ്മൾ മൊബൈലിലും ടി വിയിലും അങ്ങനെ സിസ്റ്റത്തിലും ലാപ്പിലൊക്കെ നമ്മൾ വീഡിയോ കാണുമ്പോൾ മാത്രമേ അല്ലേ അമ്മ കണ്ടിട്ടില്ല, ഞാൻ ഈ സംഭവം കണ്ടിട്ടുള്ളൂ. ഇപ്പം എനിക്കിത് വരുമെന്ന് നിങ്ങളുള്ളത് കൊണ്ടാണ്, നിങ്ങളെ ഈ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എനിക്കിത് ഇങ്ങനെ ഒരു പ്ലേ ബട്ടൺ എൻ്റെ പേരിൽ കിട്ടും എന്നുള്ളത്. ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല, ഞാൻ ഇന്നലെ കൊണ്ടുവന്നതാണ്. അപ്പം ഞാനിത് ഇന്നിപ്പോൾ എനിക്ക് വൈകിട്ട് അച്ഛൻ വന്നാലേ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റൂ. അതുപോലെ അമ്മയ്ക്ക് കൂട്ടിന് ആളില്ല പെണ്ണിന്. അപ്പം ഞാനിത് നേരെ നീതി ചേച്ചിയുടെ വീട്ടിൽ, ഇവിടെ നേരെ തിരുവനന്തപുരത്തോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് ചേച്ചിയുടെ വീട്ടിൽ പോയി ഇത് പൊട്ടിക്കണം. പിന്നെ വേറൊരു കാര്യം, എൻ്റെ കൂടെ ഇന്ന് പൊന്നും കൂടെ ഉണ്ട്. പാവം ഞാൻ വൈകിട്ടായപ്പോഴേ വിളിച്ച്, അവളും കൂടെയാണ് നമ്മളെ യൂട്യൂബ്. എനിക്ക് ആദ്യം ഒരു ചാനൽ തുടങ്ങിയ സമയത്ത് ചാനൽ തുടങ്ങ് വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ ചെയ്യുന്ന പറഞ്ഞ് പൊന്നും, പിന്നെ എൻ്റെ ഒരു സ്വന്തം ഒരാളുണ്ട് ഗൾഫിൽ, എൻ്റെ കുട്ടൂസ്, സോറി അവൻ പേര് വിളിച്ചാൽ എന്നെ കൊല്ലും, വിഷ്ണു, എൻ്റെ വിഷ്ണു ഉണ്ട്. പുള്ളിയാണ്, രണ്ടുപേരും കൂടെയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത് ആദ്യം വീഡിയോ എടുക്കാൻ. അപ്പം ആ ഒരു രീതിയിൽ തുടങ്ങിയതാണ്. നമ്മളിപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇപ്പം എനിക്ക് ഈ സംഭവം കിട്ടിയത്. എനിക്കിത് കാണുമ്പോഴേ കയ്യും കാലും വിറയ്ക്കണം, അത്രയ്ക്ക് സ്നേഹം ഇതിനോട്. അപ്പോൾ ഞാൻ പൊന്നുവിനെ കൂടെ വിളിക്കാം. പൊന്നു വാ, പൊന്നു റെഡിയായിക്ക വന്ന്, ഞാൻ ഒരുങ്ങി റെഡിയായിക്ക വന്ന് അന്നല്ലേ. പൊന്നാണ് ഞാനും ഭാവിയിലെ മരുമകളാണ് എന്റെ വസന്തകുമാരി. ഇത് കാണുമ്പോൾ ആൾക്കാർ കെട്ടുന്നതിന് മുമ്പേ അമ്മായിയമ്മയെ കയ്യിലെടുക്കാനൊന്നുമില്ല. അമ്മ പാവായതുകൊണ്ട് കുഴപ്പമില്ല. അമ്മായിയച്ഛൻ ടെററാണ്. അമ്മായിയച്ഛൻ ചെറിയ ടെററാണ്. അമ്മ മരുമകൾ എങ്ങനെ ഉണ്ട് അമ്മ? അടിപൊളി. നമ്മളൊരു കീ കൊടുത്ത് വെച്ചേക്കാണ്. അടിപൊളി. അപ്പൊ സമയം ഒരുപാടായി, നമ്മൾ പോയിട്ട് വരാം വീട്ടിലോട്ട്. നീതു ചേച്ചിക്ക് നമ്മൾ എത്ര 200 സബ്സ്ക്രൈബിൽ കിടന്നപ്പോഴും നമ്മൾ നീതു ചേച്ചിക്ക് കൊടുത്ത വാക്കാണ്. നീതു ചേച്ചി അന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനെ ഒരു സാധനം കിട്ടും. ഞാൻ ആദ്യം വീഡിയോ ഇട്ട സമയത്തൊക്കെ നീതു ചേച്ചി എല്ലായിടത്തും പറയും എൻ്റെ അനിയനാണ്, സപ്പോർട്ട് ചെയ്യണം. എൻ്റെ അടുത്ത് പറയും, എനിക്ക് അന്ന് ജോലി ഇല്ലാത്ത സമയത്ത് പൈസ ഒന്നും ഇല്ല എൻ്റെ കയ്യിൽ, ജോലി ഇല്ലാതിരിക്കല്ലേ. ഇപ്പം വീട്ടിലെ ചിലവുണ്ട്, അച്ഛന് ജോലിയില്ല, അച്ഛൻ ലോട്ടറി കച്ചവടമാണ്. അപ്പം അച്ഛന് ജോലിയില്ല, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ നീ ചേച്ചിയോട് പറയൂല എൻ്റെ പൈസ ഇല്ലാന്ന്. അപ്പം എൻ്റെ അടുത്ത് അറിഞ്ഞിങ്ങോട്ട് വയ്ക്കും, നിൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലടാ, ഇത് വെച്ചോ. ആദ്യം തുടങ്ങിയ സമയത്ത് തന്നെ വീട്ടിൽ വന്നിട്ട് എനിക്ക് കൊണ്ടുതന്നു. ഞാനൊന്നും ചോദിക്കൂല, എനിക്ക് ചോദിക്കാൻ ഒരു മടിയുണ്ട്. പക്ഷേ എനിക്ക് പൈസ എല്ലാം തന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിച്ചിട്ടുണ്ട് ഈ ഒരു സാധനം. പിന്നെ എനിക്ക് പറയാൻ വയ്യ കാര്യം, ഇത് നീതു ചേച്ചി പറഞ്ഞിരുന്നു, നമ്മൾ യൂട്യൂബിൽ 200 സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോഴേ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് കിട്ടുമ്പം എൻ്റെ അടുത്ത് കൊണ്ടുവന്നേ ഇത് പൊട്ടിക്കാവൂ എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. അതേപോലെ നമ്മളിത് നീതു ചേച്ചിയുടെ അവിടെ കൊണ്ടുപോയി പൊട്ടിക്കണം. അമ്മ ഇത് ഞാൻ പൊട്ടിച്ച് ഇത് ഇളക്കി ഇതിനെ സാധനം കാണിച്ചിട്ടാ കേട്ടാ, അമ്മയ്ക്കുള്ളതാണ് കേട്ടാ. അപ്പൊ നമ്മൾ നേരെ നീതു ചേച്ചിയുടെ വീട്ടിലോട്ട് കാണാം അല്ലേ? അപ്പൊ ശരി, നീതു ചേച്ചിയുടെ വീട്ടില് അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ അടുത്തെത്താറായി. കുറച്ച് ലേറ്റായി, അമ്മയ്ക്ക് കുറച്ച് റിസൾട്ട് അങ്ങനെ ഉണ്ടായിരുന്നു, ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ തിരക്കായി. ചേച്ചിയുടെ വീടൊക്കെ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്തേ. നമ്മൾ ആദ്യം അവരുടെ ഇതുവരെ പറഞ്ഞില്ല എനിക്ക് മറ്റേ കിട്ടിയെന്നുള്ളത്. പ്ലേ ബട്ടൺ കിട്ടിയത് നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കണുണ്ട്, റെഡിയായി ഇരുന്നോന്ന് മാത്രമേ നീതു ചേച്ചിയെടുത്ത് പറഞ്ഞോളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കണമെന്ന് മാത്രമേ പറഞ്ഞോളൂ. ഇപ്പൊ നീതു ചേച്ചിയുടെ ഹസ്ബൻഡ് അനീഷയുടെ ഇപ്പൊ നമ്മളെ വിളിച്ച് ചോദിച്ചോളൂ നിങ്ങൾ എത്താറായോ, ഫുഡൊക്കെ വാങ്ങിച്ചു വെച്ചേക്കാണ്, നിങ്ങൾ എത്താറായോ എന്ന്. പ്ലേ ബട്ടന്റെ കാര്യം, പ്ലേ ബട്ടൺ വന്നതായിട്ട് ഒന്നും നീതു ചേച്ചിക്ക് അറിഞ്ഞുകൂടാ, അതിനെപ്പറ്റി ഒരു ഹിന്റും ഇല്ല. നീ ഇത് കാണുമ്പോ ബോധം കെട്ടല്ല വീഴോ. വണ്ടി ഓഫ് ചെയ്തിട്ട് മൈക്ക് എടുത്ത് വിൽക്കാനായിട്ട് നിന്ന്, പക്ഷെ അവർക്ക് നമ്മളെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ ഞാനിവിടെ വണ്ടി നിർത്തിയപ്പോൾ അവർ ചേച്ചിയും അനീഷേട്ടനും കൂടെ പതുക്കെ എത്തി നോക്കണം നമ്മളാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്ന ഫ്രണ്ടിൽ നിൽക്കുന്നു, വീണ്ടും ഫ്രണ്ടിൽ നമ്മളൊക്കെ മോഷ്ടിക്കാൻ പോകുന്ന ബൈക്ക് ഓഫ് ചെയ്ത് ലൈറ്റ് ഓഫ് ചെയ്ത്
ഇനി പറ്റൂല, പൊളിച്ചാളെ പിടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മാന്യമായിട്ട് പോവാ. ഒരുങ്ങി നിക്കണ്, ചുരിദാറൊക്കെ ഇട്ട് ഒരുങ്ങി നിക്കണ ഒരാള് വ്ളോഗ് എടുക്കുന്ന വിചാരിച്ച്. എവിടെ പോണ്? ഒരു സെറ്റ് സാരിയും കൂടെ എടുക്കായിരുന്നു. ഇല്ല, മറ്റേ സീരിയലിലെ നടിമാരുണ്ടല്ലോ, ഓരോ സീരിയൽ കാണുമ്പോ ഓരോ ഇതായിട്ട്. അനീഷേട്ടൻ വഴക്ക് പറഞ്ഞു തുടങ്ങി. അത് പറയാം. അനീഷേട്ടൻ ഇല്ല, ഞങ്ങള് വന്നപ്പോ 8:30 മണിക്ക് വന്നിട്ട് ഡോക്ടറിനെ കാണാൻ പോയി. അമ്മേരെ ഇത് കാണിക്കാൻ 8 മണിക്ക് വന്നു. ഇല്ല, ഇതെല്ലാം റെക്കോർഡാണ്. എന്തേര് പൊളിച്ചു വന്നു, നമ്മളെ കള്ളി പൊളിഞ്ഞു. അനീഷേട്ടൻ വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞ വഴിക്ക് സമയം ലേറ്റായ വഴക്ക് പറയും. ഓ, ഇതെന്തെങ്കിലും ഒരുങ്ങി റെഡിയാ നിക്കണത്? അല്ലെങ്കിൽ ഈ സമയത്ത് കിടന്ന് ഉറങ്ങണ ആളാണ്. നീത ചേച്ചിയുടെ കൊട്ടാരത്തിലേക്ക്. നീത ചേച്ചിയുടെ കിച്ചണാണ്. ഇതിനൊക്കെ നമ്മളൊന്ന് പണിയും കേട്ടാ, പിന്നെ സമയം കിട്ടുമ്പോ. വ്ളോഗ് എടുക്കണോണ്ട് മാത്രം ഞാൻ നടക്കുന്ന മുടി മതിരൊക്കെ എടുത്തേ നിക്കാറുള്ളൂ വീട്ടില്. ചുരിദാറിട്ടേ നിക്കാറുള്ളു. ഇന്ന് കുളിച്ചാ ജിമിക്ക് കിട്ടി സുന്ദരിയായി. നോക്കട്ടെ, ജിമിക്ക് നോക്കട്ടെ. അയ്യോ, കൊള്ളൂല, കൊള്ളൂല കേട്ടാ. നീ ചേച്ചി എന്തെങ്കിലും പറഞ്ഞ പെട്ടെന്ന് മനസ്സുകൊണ്ട് വിതുമ്പുന്ന ആളാണ്. പക്ഷെ അഴുക്ക ചുരിദാറ് വീട്ടിലിരുന്ന് ഇങ്ങനെ നല്ല വേറൊരു മഞ്ഞ ടീഷർട്ടാ, ഒരു മറ്റേ രാംകോ സിംബലിന്റെ ടീഷർട്ട്, അത് ഇട്ടോണ്ടാണ് നിന്നോണ്ടിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ ഇനിയിപ്പോ ഞാൻ വരുമ്പോ എന്ത് ചെയ്യും, മറ്റേ രാംകോ സിംബലിന്റെ ടീഷർട്ട് ഇട്ട് ഇവിടെ അത്രയും ഓടും. എന്നെ എടുക്കല്ലേ എന്ന് പറഞ്ഞു. നീക്കുട്ടി ഉറങ്ങിയല്ലേ? അനീഷേട്ടൻ ഇപ്പൊ എന്നെ കുറെ പറയും, എന്നെ ചിലപ്പോൾ അടിച്ച് കൊല്ലാനുള്ള ചാൻസ് ഉണ്ട്. കാരണം രാത്രി ഇങ്ങോട്ട് വന്ന് കളയരുത് എന്നാണ് അനീഷേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓ, ടീഷർട്ട് ഇല്ലാത്ത എനിക്ക് ടീഷർട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പൊന്നു വാങ്ങി തന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തത് കൊള്ളാമോ? ടീഷർട്ട് കൊള്ളാമോ? ഇത് ഫ്ലിപ്കാർട്ടിലാണ്. ഇതെപ്പോഴേ എനിക്ക് അല്ലല്ല മേടിച്ച അന്ന് മുതൽ എനിക്ക് ഊരിയിട്ടില്ല. ഞാൻ കാണിച്ചുതരാം. ഈ ടീഷർട്ട് മേടിച്ച ടീഷർട്ട് അല്ലല്ലോ, ജാക്കറ്റ് വാങ്ങിയിട്ട് അന്ന് തൊട്ട് ഇതുവരെ ഊരിയിട്ടില്ല. എവിടെ ഇത് വെള്ളത്തിട്ട് എന്ത് ശരിയാ? ഈ ഒരു ടീഷർട്ട് ചിമ്മി പുറത്തെത്തിട്ടിരിക്കണത്. ഈ ഒരു ടീഷർട്ട് വെള്ളത്തിലിട്ടാ പോലും ഇത് ഇല്ല, അത്തയില്ല. ശരിയാണല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. ഈ മഞ്ഞ കളർ ടീഷർട്ട് കൊള്ളൂലെന്ന് ചേച്ചി പറഞ്ഞു. ശരിക്കും ഷിമ്മി പുറത്തിട്ടാണ് ഇരിക്കണ. നീ ഇല്ല, മറ്റേ ആരാ അയ്യേ, എന്തൊരു വിഷമേ. ഇല്ല, ഞാൻ മനസ്സിനെ തളർത്തും. ജാക്കറ്റ് ഉള്ളത് കുഴപ്പമില്ല. ഇപ്പൊ ഇനി ഒന്ന് ക്യാമറ ഫ്രണ്ട് എന്റെ 300 ടീഷർട്ടിനെ കുറ്റാൻ പറയല്ലേ? അല്ല, സ്റ്റുഡിയോന്ന്
സ്റ്റുഡിയോ അല്ല, നോട്ട് സ്റ്റുഡിയോ, ഇത് ഫ്ലിപ്കാർട്ടിലെ ടീഷർട്ടാണ്. കൊള്ളാല്ലേ? ഉണ്ടാ അത് ഫ്ലിപ്കാർട്ട് തന്നെ. നല്ല ടീഷർട്ടാണ്, നല്ല കളറ്, നല്ല ക്വാളിറ്റി എല്ലാം ഉള്ള നല്ല അടിപൊളി നമ്മളെ മാർക്കറ്റ് നമ്മളിവിടെ ത്യാഗി മാർക്കറ്റ് നമ്മൾ റൈറ്റ് സൈഡിൽ കൊടുത്തേക്കാം. പൊന്നു ഭയങ്കര മാർക്കറ്റാണ്. ശരിക്കും ഞാൻ വിചാരിച്ചില്ല നീല ചേച്ചിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. നീ മേടിച്ചു കഴിഞ്ഞാൽ അത് 3-4 ദിവസം വയ്ക്കുന്നു നോക്കട്ടെ. അല്ല, ഒരാഴ്ച മണം ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടിട്ട് നല്ല രസമുണ്ട് കാണാൻ. എന്താ പണ്ടെന്ന് ഒഴിവാക്കി കൊള്ളില്ലായിരുന്നു. ഞാൻ പിന്നെ ഏത് വീട്ടിൽ പോയാലും ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഫ്രിഡ്ജ് തുറന്നു നോക്കുക. ഇല്ല കാണണ്ട്, കുഴപ്പമില്ല. ഈ ലോകത്തെ എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ടെന്ന് തോന്നണം കേട്ടോ. അതിനൊന്ന് വെള്ളം ഒഴിക്കാത്ത പുളിഞ്ചിക്കച്ച അല്ല നെല്ലിക്കച്ചാറില് വെള്ളം മാത്രം കുടിച്ചു തീർത്ത് അത് തിന്നില്ലല്ലേ? അത് ഞാൻ മാത്രം തിന്നും. ഇവരൊന്നും ആർക്കും ഒന്നും കൊടുക്കൂല. അല്ലെങ്കിൽ എനിക്ക് വരുമ്പോ കാണുമ്പോ തരണ്ടായിരുന്നു. കാണിക്കല്ലേടി 1,00,000 സബ്സ്ക്രിപ്ഷന്റെ വക ഞാനൊരു മധുരം ഇത് എവിടെന്നാ കിട്ടിയെന്ന് ബാക്കി കിട്ടിയല്ലേ, കോഴിക്കോട് വാങ്ങിച്ചത്. ചെറിയൊരു ദാഹം ഉണ്ടായിരുന്നു, കുടിച്ചപ്പോ വീണ്ടും ടേസ്റ്റ്. എന്താ നിനക്ക് വേണോ? ഇതാ പിടിക്കണ്. അല്ലെങ്കിൽ എന്തൊരു കിട്ടിയാലും ഒറ്റയ്ക്കാണല്ലോ. തുറന്നതാ. സോറി അനീഷേട്ടാ, വിളിച്ചിട്ട് എടുക്കത്തുണ്ടാ? നിങ്ങൾ വിളിച്ചപ്പോ ഞങ്ങൾ അവിടെ നിക്കണുണ്ട്. അപ്പൊ ഞാൻ അവള് മൈക്ക് വെച്ചതാണ്. ദിയക്കുട്ടിയെ വിളി, ദിയക്കുട്ടിയെ കട്ട് ചെയ്ത്. അയ്യോടാ പോങ്ങാണ്. ഇതേതാ കൊച്ചു വിചാരിച്ചേ? ഇതേതാ ഒരു എണ്ണം കെട്ട ശബ്ദം? അയ്യടാ ഓങ്ങാണ്. ഞാൻ വന്ന് നടി ഉറങ്ങണേ ഉള്ളു. തിരിഞ്ഞു കിടന്നു നല്ല ഉറക്കായി. എന്നെ കാത്തിരുന്ന് ഉറങ്ങിപ്പോയെന്നു. നാളെ എക്സാം ആണ്, പഠിക്കണ്ടേ? എണീക്കണ വ്ലോഗ് എടുക്കേണ്. പോടി അവിടെന്ന് എന്റെ ഉറക്കം കിടത്താനായിട്ട്. കിടന്ന് ഉറങ്ങട്ടെ. കുറച്ച് കഴിയുമ്പോ എണീച്ച് വരും. അപ്പൊ നമുക്ക് ആളിനെ വിളിച്ചെടുത്താം. വരോ? ആളെ നല്ല ഉറക്കം, പാവം കിടന്ന് ഉറങ്ങട്ടെ. ഞാനാണ് കുറ്റക്കാരൻ, ഞാൻ വന്നത് ലേറ്റായി. ഞാൻ അമ്മയ്ക്ക് റിസൾട്ട് കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഡോക്ടറിൻ്റെ അവിടെ വെയിറ്റ് ചെയ്ത് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് ഇത്തിരി ലേറ്റായത്. എന്തായാലും നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഇവര് പറയണ അയ്യോ എൽസയുടെ കാലൂരി പോയി. ഇവര് പറയണ ഇതാണ് എൽസയെന്ന്. എനിക്ക് സത്യം പറഞ്ഞ എൽസേനെ തങ്കമണിയെന്ന് അറിഞ്ഞൂടാ. ദിയക്കുട്ടി ഇതാര്? റോസനാ? ആ അവിടെയും തെറ്റി. റോസനായിരുന്നു, എൽസ അല്ലായിരുന്നു. നീ എണീറ്റാ? എന്നെ കാത്തിരുന്നിട്ട് കിടന്ന് ഉറങ്ങിപ്പോയാ? ആള് ഓടണം. ആള് പടം വരച്ചതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിട്ട് ഓടണം. ആ വരും. രാംകോമിന്റെ സിമെന്റിന്റെ ടീഷർട്ട് ഇട്ട അനീഷർട്ട് ഇന്ന്. അല്ല നമ്മുടെ ഈ കളറിനെ രാംകോം എന്നാണ് പറയുന്നത്. ഉണ്ട്. അല്ലല്ലോ രാംകോമിന്റെ സിമെന്റിന്റെ ടീഷർട്ട് ഇല്ലേ? ഉണ്ട്. പിന്നെ ഒരു പച്ച കളറുണ്ട്. കുട്ടി വരച്ചത് പൊന്നും വരയ്ക്കൂലേ? ഇത്
അത്ര വൃത്തിയായിട്ട് ഞാൻ വരയ്ക്കും. ഈ പാവസയും നോക്ക്. എടി അത് നോക്കി വരയ്ക്കണതാണ്. മറ്റേ യൂട്യൂബിൽ നോക്കി നല്ല മൂടാണെങ്കിൽ വരയ്ക്കും, ഇല്ലെങ്കിൽ കുളമായിട്ട് വരയ്ക്കും. നീ കുട്ടി മൂഡ് സെറ്റ് ആയില്ല? സെറ്റ് ആയ ഹായ് പറ. ഇത്രയുള്ള ഹായ്. ഉറങ്ങണ ഹായ് എത്ര വരുള്ളൂ? ചെറിയൊരു വിഷമവും ചെറിയൊരു നമ്മളെ ആദ്യം പറഞ്ഞ ഫുഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പൊ ചായ തന്ന് പറ്റിച്ച് വിടണമെന്തോ. അനീഷേട്ടൻ വന്നപ്പോഴും എന്റെ അടുത്ത് പറഞ്ഞു നീ ഇവിടെ നിന്ന് പോകൂല, രാത്രിയായി നീ ഇവിടെ നിന്ന് പോകൂല. എടാ ചുമ്മാ 9:30 10 മണിയായി തോന്നുന്നു. അതെ, എന്റെ വീട്ടിൽ 2-3 പിള്ളേരുള്ളതുകൊണ്ടാണ് എനിക്ക് ഒരിടത്തും പോകാൻ പറ്റത്തില്ല. ദിയക്കുട്ടി എനിക്കൊരു സ്റ്റിക്കർ തന്ന്, ഞാൻ അത് മൈക്കിൽ വെച്ച്. ദിയക്കുട്ടി എനിക്കൊരു സ്റ്റിക്കർ തന്ന്, കണ്ട ഞാൻ അത് മൈക്കിൽ വെച്ച്. നീ അല്ലെങ്കിലും ഉദയവിയാണെന്ന് എനിക്കറിയാം. നീ പ്രായമാണ് എനിക്കറിയാം. ഇതാണ് നമ്മളെ ഡാൻസർ ദിയക്കുട്ടി. ദിയക്കുട്ടി 2 ഡാൻസ് കളിക്കോ? ദിയക്കുട്ടി 2 ഡാൻസ് 2 ഡാൻസ് കളിക്കോ? നമുക്ക് ദിയക്കുട്ടിയുടെ ഡാൻസ് ആണ്. എന്തൊരു അത് ഞാൻ കഴിവുന്നതാണ്. നമുക്ക് വല്ലതും വെള്ളത്തിൽ വല്ലതും മുങ്ങിപ്പോയാൽ ഇതിന്റെ പുറത്ത് കിടന്ന് ഇങ്ങനെ പോവാം. കാര്യം എന്തറിയാമോ, ഇവളിത് മേടിച്ചതിന്റെ അന്ന് തൊട്ട് ഇട്ടോണ്ട് ഇറക്കിയത്. ഇല്ല ഞാൻ കഴിവും ഞാൻ കഴുകി. കുളിക്കാത്ത നിങ്ങളാണോ എന്നെ കുറ്റം പറയുന്നത്? നിന്നെ കണക്കല്ല. ഞാൻ ഇത് എന്തിനാണ് സാധനം പറയട്ടോ? ചില്ലി ചിക്കൻ. ചിക്കൻ ഫ്രൈ എന്ത് വിഴിവിടിയായിരിക്കണ? നമ്മളെ ഹോട്ടലിനെയും കൂടെ പറഞ്ഞ് നെടുമങ്ങാടിലെ റാന്തൽ എന്നുള്ള ഹോട്ടലിൽ നിന്ന് വാങ്ങിയെന്ന് പറഞ്ഞു. ചിക്കൻ ഫ്രൈ ഈ സലാഡൊക്കെ എന്തിന്? ദിയക്കുട്ടിക്ക് 2 ഡാൻസ് കളിക്കണോ? കളിക്കോ ദിയക്കുട്ടി? കളി അനീഷേട്ടനും കളിക്കുന്നതാണ്. വാ പാട്ടിട്. ഇല്ല ഞാനില്ലേ, അനീഷേട്ട വിളിച്ചു. ഞാനില്ലേ ദിയക്കുട്ടി കൂടെ ഞാനും ഡാൻസ് കളിക്കാറുണ്ട്. കൂടെ ഞാനും ഡാൻസ് കളിക്കാറുണ്ട്. പക്ഷെ എന്റെ ഡാൻസ് ഇവർക്ക് ഭയങ്കരമായ മോശമായി എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആ കളി നിർത്തിയത്. അല്ല നിങ്ങൾ കളി കുഴപ്പമില്ല. ഇല്ല നോ പ്രോബ്ലം. പുതിയ എന്തൊക്കെ വന്നു എനിക്കൊന്നും മനസ്സിലായില്ല. കുഴപ്പമില്ല. ബോയ്സിലോട്ട് തുടങ്ങാന്നാ? വല്ല മനസ്സിലാവുന്നുണ്ടോ ഉണ്ടെങ്കി? നമ്മളെ കല്യാണി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കല്യാണി ദിയക്കുട്ടി കളിക്ക് ഫസ്റ്റ്. എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ ഇവര് പറയണ ഭാഷ. ദിയക്കുട്ടി കളിക്ക്. ദിയക്കുട്ടി ഇവിടെ വന്നിരുന്ന് കളിക്ക്. ഹിന്ദി മേ ബോലോ. ദിയക്കുട്ടി കളിക്ക്. വല്ല മനസ്സിലായോ? ഞാൻ ഇവിടെ നിന്ന് എടുക്കാം. നിങ്ങൾ 2 കൂടെ കളിക്കും, ഞാൻ എടുക്കാം. ഇനി കളി മറ്റേ മോണിക്ക അതാണെങ്കിലും ഓക്കെ. ഈ മോണിക്ക കളിച്ചില്ലേ നീ അവിടെ ചെന്ന് നിൽക്കണത്? എന്തുപറ്റി? ഇല്ല ഇവർക്ക് കഴിക്കുന്നതിന് മുന്നേ ഞങ്ങൾക്ക് വീട്ടിൽ പോകണം. അപ്പൊ ഫുഡിന് സമയമായി. തുടങ്ങുന്നുണ്ടെങ്കിൽ തുടങ്ങ്. തുടങ്ങ്. ഞാൻ ദിയക്കുട്ടിയിലൂടെ എത്തൂല. ദിയക്കുട്ടി ക്ലാസിക്കൽ ഡാൻസർ ആണ്. ദിയക്കുട്ടി ക്ലാസിക്കൽ ഡാൻസർ ആണ്. തുടങ്ങ്. എങ്ങനെ? ആദ്യം ഇങ്ങോട്ട്. എനിക്ക് സമയമായി, ഞാൻ കളിക്കും.
തുടങ്ങിക്കോ. തുടങ്ങണേ. ഞാനിവിടെ കളിക്കട്ടാ. നേരെ ചാടി അലമാരെ പൊളിച്ച്. എനിക്ക് സദ്യയിലും കളിക്കാറുണ്ട് ഇവിടെ. അനീഷേട്ടൻ കഴിക്കാൻ ഞാൻ വിളിച്ചു. ഞാൻ അങ്ങോട്ട് പോട്ടെ. നീ ചേച്ചി നിക്കണില്ല, സ്പോട്ടിൽ നിന്ന് വലിയ. നമ്മള് ഫുഡ് കഴിക്കാൻ പോകുന്നു ഗൈസ്. ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് പൊറോട്ട, ചിക്കൻ ഫ്രൈ, എന്തൊക്കെയോ ചിക്കൻ ഫ്രൈ. എനിക്ക് വീട്ടിൽ പോയി ഞാൻ വെച്ച ഫുഡ് കഴിക്കാതെ എനിക്ക് ഇറങ്ങില്ല. ഇത് കഴിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി കഴിക്കും. വേണ്ട വേണ്ട, ഇത് കണ്ടപ്പോ തന്നെ ഉള്ളിൽ നിന്ന് തിങ്ങുന്നു. ഇവിടെ ആയിരിക്കും. ഇങ്ങ് വാ, ഇവിടെ കൊതിയനാണ്. ഇത് കണക്കൊക്കെ എന്റെ വീട്ടിൽ സെറ്റ് ചെയ്യണം. ഇങ്ങോട്ട് കാണിച്ചാ ഞാൻ കാണിച്ചു. ഇത് കണക്കൊക്കെ സെറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹം. ഇങ്ങനെ ആവശ്യത്തിന് ചോറെടുക്കുക, പൊറോട്ട ആണെങ്കിൽ പൊറോട്ട, ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ. അല്ലേ തീയെ കുട്ടി? എനിക്ക് ഇവര് വരാതെ ഇരിക്കണോണ്ട് എനിക്ക് ഭയങ്കര വിഷമം. വെയിറ്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. അതിന് മുന്നേ എടുക്കാനും വയ്യ. വെള്ളം വന്നിങ്ങനെ ഉള്ളിലിരിക്കുകയാണ്. ഓടി വരൂ. സിഗ്നേച്ചർ ഇവര് ഈ രസം വെച്ച് കുടിക്കില്ലേ? സിഗ്നേച്ചർ ഐറ്റം. നീതു ചേച്ചി, വേറൊരു ചേച്ചിയും കൂടെ ഉണ്ട്. നീതു ചേച്ചിയുടെ കൂട്ടുകാരി രശ്മി ചേച്ചി. പുള്ളിക്കാരി നല്ല സപ്പോർട്ടാണ് കേട്ടോ എനിക്ക്. പുള്ളിക്കാരിയാണ് വീഡിയോ നമ്മൾ തുടങ്ങുന്ന സമയത്തൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ പറഞ്ഞ് ചേച്ചി എനിക്ക് കണ്ടന്റ് ഒന്നും ഇല്ല ചേച്ചി, ഞാൻ എന്താണ് കണ്ടന്റ്? അപ്പൊ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീയേ ഒരു കണ്ടന്റ് ആണ്, പിന്നെ അതിൽ വേറെ എന്താണ് നിനക്കുള്ളത്? അപ്പൊ ഇവരെ രണ്ടുപേരും പരിപാടി എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് PSC പഠിക്കാനും പറഞ്ഞ് ഇവിടെ വരും. വന്നിരുന്നിട്ട് രണ്ടുപേരും കൂടെ ചോറും കറിയൊക്കെ വെച്ച് രസവും ചോറും കറി, മീൻ കറി, പൊരിച്ചത്. ചേച്ചിയാണ് എനിക്ക് രസം വെക്കാൻ പഠിപ്പിച്ചിരുന്നത് തന്നല്ലേ? ഇവർ രണ്ടുപേരും കൂടെ ഇരുന്ന് ചോറും രസം തിന്ന് നിർത്തും. എന്ന് വന്നാലും ഇവിടെ ഒരു കുടം രസം കാണും കേട്ടാ. ഇതെന്തിനാണ് ചേട്ടാ? ഇത് ഞാൻ ചക്കക്കുരു അവിയല്. അയ്യോ, ഇത് വലിയ പ്രശ്നമാണ്. ചക്കക്കുരു അവിയല് ഭയങ്കര പ്രശ്നമാണ്. ചേച്ചി ഒരു ഗ്ലാസ്, കുപ്പി ഗ്ലാസേ. ചക്കക്കുരു അവിയല് കൊള്ളൂലേ? കൊള്ളൂലെന്ന് ഒരു കരിഞ്ഞോ? കഴുകി വെറുതെ പറഞ്ഞു കൊള്ളാം. കൊള്ളാം. എനിക്ക് പൊതുവെ ചക്കക്കുരു വെച്ചിട്ടുള്ള പണ്ട് നീതു ചേച്ചി കൊച്ചിലെ ചേട്ടാ ഒരു കുപ്പി ഗ്ലാസ്. അത് ലാസ്റ്റ് നിങ്ങളെ പെറോട്ട ഇട്ട് കഴിഞ്ഞേട്ടാ. പെറോട്ട വിളമ്പിന് ആളിനെ കാണിക്കും. ഞാൻ കഴിച്ചു തുടങ്ങിയ ഞാനും നമ്മൾ ഈ ഇടയ്ക്ക് ഇവിടെ നിന്ന് ഒരു പൊറോട്ട കഴിക്കൊള്ളൂലായിരുന്നു. നമ്മളെ ഹോട്ടൽ വെളി പറയില്ല. ഇവിടെ വരുമ്പോഴാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷേട്ട അപ്പോഴേ വെളിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യും. നമ്മള് വേണ്ടെന്നൊക്കെ പറയും. എനിക്ക് വേണ്ടെന്നൊക്കെ പറയും. കൊള്ളാം കേട്ടോ. ഇടയ്ക്ക് എന്തിനാ പറയണേട്ടോ ഇത് ഞാൻ വെച്ചതാണ്. ഇതാണ് ചിക്കൻ കുരുമുളക് ഇട്ടത്. ക്യാരറ്റ് ഇത് ഗ്രേവിയാണ്. ഇത് കാണിച്ച ഇത് ഗ്രേവിയാണ്. ഞാൻ കരുതിയായി ചിക്കൻ കറി ആയിരിക്കും. ഈ സാധനം ചിക്കൻ കറി ആയിരിക്കും വിചാരിച്ചത്. ഇത് ഗ്രേവിയാണ്. അപ്പൊ നമ്മള് പെറോട്ട മാത്രം നമ്മള് ഞാനായിരുന്നെങ്കിൽ 2 പൊറോട്ട ഇത് മാത്രം അടിക്കുമായിരുന്നു. ഞാൻ പൈസ കൊടുക്കണ്ടല്ലോ. നിങ്ങളതിന് ഹോട്ടൽ ഫുഡ് കഴിക്കൂലല്ലോ. ഞാൻ വെളിയിൽ ഒറ്റയ്ക്ക് പോയ ഹോട്ടലിൽ നിന്ന് ഫുഡൊന്നും കഴിക്കും. ഒറ്റയ്ക്കല്ല, എന്നെ കൊണ്ടാലും കഴിക്കൂല. ആ വീട്ടിൽ ഒന്ന് കഴിക്കും.
അതാണ് ശീലം. ഞാൻ അങ്ങനെ പുറത്തൊന്നും പോയി കഴിക്കുന്നു. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു. നീല ചേച്ചിയും കൂടെ വന്നിട്ട് ഇരിക്കണ്ടേ? രസം. മാമി ഞാൻ വരുമെന്ന് വിചാരിച്ചിട്ട് പാവമാണ് കേട്ടാ. പരിപ്പോടെയാണോ എന്താണെന്ന് അറിഞ്ഞില്ല. എനിക്ക് ഉണ്ടാക്കി വെച്ചതാണെന്ന്. കുഴപ്പമില്ല. നല്ല നല്ല പരിപ്പോടോ. അല്ലെങ്കിൽ ഫസ്റ്റ് ഇരിക്കണ നീ ചേച്ചിയാണ്. ഇപ്പോഴും ഇതുവരെ ആയിട്ട് ഇരുന്നില്ല. അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ. നമ്മളപ്പോ കഴിച്ചിട്ട് വരാം. ഇതല്ലേ നിന്റെ ഫ്ലിപ്കാർട്ട് ബാഗ്? പൊട്ടിയത് ഇത് മറ്റേ ബോക്സ് യൂട്യൂബില് പൊട്ടിയതാ. ഞാന് ഒളിപ്പിച്ച് വെച്ചിട്ട് ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിന്റെ ഇടയ്ക്ക് എടുക്കാതെ പറഞ്ഞിരുന്നതാണ്. അപ്പോഴ് ഈ ബാഗ് എന്തൊരു പൊട്ടിയിലടാ എന്ന് പറഞ്ഞ് തിരിച്ചപ്പം ഇതാണല്ലേ നിനക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നിരുന്നു. ഇത് കണ്ടതാ. നോക്കട്ടെ. അങ്ങനെ നമ്മുടെ യൂട്യൂബിൽ ഇത് വന്ന 1,00,000-ല്ലേ? അടിപൊളി. വലുതല്ലായിരുന്ന? ഇതാണ് അവന്റെ ആദ്യത്തെ അംഗീകാരം. അത് ഞാനും കണ്ടില്ല. ദിയാ കാട്ടാ മറ്റേ നിങ്ങൾ കട്ടിയ ഞാനല്ല കട്ടിയത് മതി. അല്ലല്ല നീ കട്ടി. നിങ്ങൾ കട്ടിയത് മതി. അടിപൊളിയടാ. ഇതാണ് എന്റെ ഒരു അവസ്ഥ വെച്ചിട്ട് എനിക്ക് കിട്ടുന്നത് എന്ത് കിട്ടിയാലും അതിൽ എന്തെങ്കിലും കൊനസ്റ്റ് കാണും. ഇതിൽ നീ എങ്ങനെയെന്ന് അറിഞ്ഞുവിടാ. ഇല്ല ഞാനേ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവം അല്ലേ ജീവിതത്തില്. ഞാൻ ഇന്ന് വരെ ഇത് നമ്മളെ വീഡിയോയില് പല വീഡിയോകളിലും വ്ളോഗുകളിലൊക്കെ കണ്ടിട്ടുള്ളതല്ലാതെ ഹാപ്പി ബർത്ത്ഡേ അതല്ലല്ലേ പാട്ട് കൺഗ്രാറ്റുലേഷൻ ടു യു. ഇങ്ങനല്ലടാ ഇതിങ്ങോട്ട് തുറക്കണം. അയ്യോ ഇല്ലേ സത്യം വാ. ഞാൻ സത്യമായിട്ട് പറഞ്ഞ് കണ്ടിട്ടില്ല അനീഷേട്ടാ. ആദ്യമൊന്നുമില്ല ഏട്ടാ. പറ്റിച്ചല്ല പയ്യാ ദിയാ അങ്ങനെ ചെയ്യല്ലേ. അടിപൊളി. യൂട്യൂബ് അറിയാമോ? UK. എനിക്ക് ഓർമ്മയുണ്ട് 148ാമത് ഞാൻ എന്റെ വീഡിയോ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് പൈസ ഇല്ലാതെ ഇത് അത് 10 മില്യൺ അടിക്കുമ്പോഴാ. ഇതാണ് അടുത്ത. അപ്പൊ നമ്മളെ എല്ലാരും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ പിടിക്കാം. നല്ലൊരു രജിസ്റ്റർ കറക്റ്റ് കുട്ടിയുടെ കൂടെ ഞാൻ ചെയ്യാം. ഈ ഒരു സാധനം ഉണ്ടല്ലോ സത്യത്തിൽ നിങ്ങളെ വിചാരിക്കും ഞാൻ ഇത്രയും ഒരു പ്ലേ ബട്ടൺ സിൽവർ കിട്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന്. സത്യം പറഞ്ഞ എനിക്ക് ഈ പ്ലേ ബട്ടൺ ഞാൻ മനസ്സിൽ കിട്ടുമെന്ന് ചിന്തിച്ചിട്ടില്ല. എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളെ മോഹൻലാലിനെ മമ്മൂട്ടിയെ കണക്കൊക്കെ നമ്മളെ ടി വിയിലല്ലേ കണ്ടിട്ടുള്ളൂ. അതേ കണക്ക് ഇതും ഞാൻ ടി വിയിലേ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ഒരു സംഭവം എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഇവര് ഈ ആണ്ടെ അയ്യോ എത്ര പേരിട്ട് അയ്യോ ഇതിലൊരു സാധനം പറ്റില്ലേ. ഞാൻ ഇതിന്റെ കവറ് പോയിട്ട് ഇല്ല
ഇതാണ് സാധനം. ഗൈസ് ഞാനേ ഇതിന്ന് കിട്ടണ ഇതെന്തൊരു മരുന്നിന്റെ ഇതാ, അത് വേറെ. ഇതിനകത്ത് ഇരുന്ന സാധനങ്ങളാ. കുട്ടി എവിടെ? ഇതിന്റെ തുണ്ട് പോലും ഞാൻ കളയില്ല. ഇതിന്റെ ഈ ബ്ലാക്ക് ഇതുണ്ടല്ലോ, ഇതുപോലും ഞാൻ കളയില്ല. പിടി കുട്ടി. ഏറ്റവും അവസാനം ചെറിയൊരു പഞ്ഞിയുണ്ട്, അത് അല്ല നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിട്ട് വെച്ചിരിക്കണ പഞ്ഞി. അതാ തുടയ്ക്കാനുള്ള പേപ്പറാണെന്തോ. തൂക്കി നോക്കണം, മറച്ചു വെക്കാന്. സംഭവം മോവൊക്കെ കാണാൻ കേട്ടാ. അയ്യോ പ്രതീക്ഷിച്ചില്ല, ഉള്ളിന്ന് ഇങ്ങനെ കത്തി. നീതു ചേച്ചി വിചാരിച്ച ഇത് കൊണ്ടുവരുമെന്ന്? നീ ചേച്ചി പറഞ്ഞ എൻ്റെ അടുത്ത്, എടാ ഇത് കിട്ടുമ്പോ നിങ്ങളെ നമ്മളെയൊക്കെ മറക്കോ, ഇത് കൊണ്ട് വരോ സർട്ടിഫിക്കറ്റ്. മക്കളെ ചുരുക്കല്ലേടാ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലേ? അപ്പൊ ഗൈസ് ഞാൻ ഇതിന്റെ ഇങ്ങോട്ടുള്ള ആക്രാന്തം പിടിച്ച തിരക്കിലായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഞാൻ ഇന്നത്തേക്ക് ഞങ്ങള് ഇവിടെ അമ്മ നീതി ചേച്ചി എല്ലാം ഓപ്പൺ ചെയ്ത് എന്തോന്നാ പറയൂലേ, അൺബോക്സിങ് ചെയ്ത്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോകും കേട്ടോ. അൺബോക്സിങ് ചെയ്ത് ഇനി നേരെ ഞാനിത് അമ്മയെ കൊണ്ട് കാണിക്കണം. പാവം അമ്മ ഇതെന്താണെന്ന് പോലും അറിഞ്ഞൂടാ. എന്തായാലും ഞങ്ങൾ ഇപ്പതാ ഇവിടെ നിന്ന് ഇറങ്ങും. അൺബോക്സ് ചെയ്യേണ്ട കർമ്മം നീതി ചേച്ചിയാണ് ചെയ്യണമെന്നുള്ള ഒരിത് എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞ രീതിയിൽ നമ്മളിവിടെ വന്ന് ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഞാൻ വീണ്ടും പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിൽവർ ബട്ടണ് റേ ബട്ടണ് ഇത്രയ്ക്കും അതൊന്നും കുഴപ്പമില്ല. ഇത്രയും കൊടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ പോലെ ഒരാളിന് ഇത്രയും സന്തോഷം കൊടുക്കണം. കാരണം ഞാനൊന്നും ഇത് പ്രതീക്ഷിക്കേണ്ട ആളല്ല. നന്നായിട്ടൊരു വ്ളോഗ് പോലും ചെയ്യാതെ അറിഞ്ഞുകൂടാത്ത ഒരാളാണ് ഞാൻ. ആദ്യം തൃശ്ശൂർ പോയൊരു വ്ളോഗുണ്ട്. അപ്പൊ അപ്പോഴ് താങ്ക് യു ആൾ. എന്തായാലും ഞാൻ നാളെ ഇത് അമ്മയെ കൊണ്ട് കാണിച്ചതിന് ശേഷം നമുക്ക് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഗൈസ് ഇന്നത്തേക്ക് ഗുഡ് നൈറ്റ്. അമ്മ എന്തൊരു വയ്യേ? വലിയ ക്ഷീണോടെ എന്ത് പറയാ വയ്യ. ഇത് എന്നെ നോക്കാത്തത് ഗൈസ്? ഇന്നലെ രാത്രി വന്നിട്ട് പിന്നെ ഇന്ന് രാവിലെ അമ്മയെ കാണിക്കാനാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ രാവിലെ കാണിക്കാൻ അമ്മ ഓണ് ആയില്ല അല്ലേ അമ്മ? അമ്മ എപ്പോഴും ഇന്ന് മൊത്തത്തിലൊരു ഓഫായതാണ്. ഇപ്പോഴാണ് അമ്മ കുറച്ചൊന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, അന്ന് കൊണ്ടുവന്ന യൂട്യൂബ് തന്ന ഗിഫ്റ്റ് എവിടെയെന്ന് കാണണ്ടേ? കണ്ടല്ല. ഏത്? അതല്ല, അതിനകത്തൊരു സംഭവം ഉണ്ട്. അത് പെട്ടി, അതിൻ്റെ കവറാണ്. അത് കാണണ്ടേ? പിന്നെ കാണാം. ഇപ്പോൾ കാണണ്ടേ? അമ്മ ഇന്ന് ഭയങ്കര ഒരു വിഷമിച്ച ഒരു രീതിയിലാണ്. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്. അമ്മ ഇന്നലെ തൊട്ടേ ഒരു ഒട്ടും വയ്യാത്തൊരു രീതിയിലായിരുന്നു. പാവം എൻ്റെ പെണ്ണ്. ഇത് എൻ്റെ പെണ്ണിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം, ഇത് എനിക്കുള്ളതല്ല ഈ ഒരു ഗിഫ്റ്റ്, ഇത് എൻ്റെ അമ്മയ്ക്കുള്ളതാണ്. ഞാൻ എന്തായാലും ഇത് അമ്മയ്ക്ക് കാണണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കാണിച്ചു കൊടുത്തല്ലേ പറ്റുള്ളൂ. നോക്ക്, ഇതിനകത്തുള്ളത് കണ്ടിട്ടുണ്ടോ? ഇത് വസന്തകുമാരിക്ക് യൂട്യൂബ് തന്നതാണ്. നമ്മുടെ പെണ്ണ്, പാവം കൊച്ചു പെണ്ണ്. നോക്ക്, ഇത് ഇളക്കി നോക്കടാ. ഇതെന്തായിരുന്നു എഴുതിക്കണെന്നറിയാമോ? പേര് ഇളക്കാൻ പറ്റില്ല, കാണാൻ പറ്റണ. എന്തൊരു പേര് എഴുതിയിരിക്കണ? ഇവിടെ മല്ലു രാജേഷ്. ഇന്നത്തെ നമ്മക്കുള്ളതാണ്, അമ്മയ്ക്കുള്ള സാധനമാണ്. അതാണ്ട് അമ്മ ഇന്ന് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. എന്തെന്ന് അറിഞ്ഞുകൂടാ. സന്തോഷമായ
അമ്മ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ആവും. അതൊക്കെയാണ് എനിക്കങ്ങനെ പുറത്ത് അങ്ങനെയൊന്നും ഒരുപാട് പോകാനൊന്നും പറ്റാത്തത്. ഇന്നലെ ഇപ്പോൾ കൊണ്ടുവന്ന് ഇനിയിപ്പോൾ നാളെ വല്ലതും അമ്മ വീണ്ടും ചോദിക്കും, മക്കളെ അവിടെ നിന്ന് കിട്ടിയ സാധനം എവിടെയെന്ന്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഈ പ്ലേ ബട്ടൺ കിട്ടിയത്. അപ്പം അമ്മ എല്ലാവരോടും താങ്ക് യു പറ അമ്മ. അമ്മയ്ക്ക് അതൊരു കീ കൊടുത്ത് വെച്ചിരിക്കണോണ്ട് അമ്മ എല്ലായിടത്തും പൊന്നു എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞതാണ് അടിപൊളി അല്ലേ അമ്മ. നല്ല നോത്തുപോയി. വയ്യാത്തോണ്ടാണ്. ആള് പണ്ടായിരുന്നെങ്കിൽ പാട്ട് പാടാൻ പറഞ്ഞാൽ പാട്ട് പാടാൻ ഡാൻസ് കളിക്കും, അടിപൊളിയായിരുന്നു. അപ്പോൾ വയ്യാതായി ക്ഷീണിച്ചു എൻ്റെ കൊച്ചി. അപ്പോൾ ഗൈസ് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എൻ്റെ പ്ലേ ബട്ടൺ അൺബോക്സിങ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റ ബൈ ബൈ.